ഹായ് നമസ്കാരം. ഓട്ടോഫൈ ലൈഫൊക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ്. കോട്ടയം സ്റ്റൈൽ മീൻ കറിക്ക് അത് ഉണ്ടാക്കുന്ന രീതിയാണ് വ്യത്യാസം. അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. നമ്മളെടുത്തിരിക്കുന്നത് തളമോദ എന്ന് പറയുന്ന മീനാണ്. തളമോദ, വെള്ളമോദ എന്നൊക്കെ നമ്മുടെ ഈ കോട്ടയം ഭാഗത്ത് പറയുന്ന നല്ല ദശക്കട്ടിയുള്ള ടൈപ്പ് മീനാണ്. ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു കുളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു രണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ മെയിനായിട്ട് പോയ കുടംപുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾ പൊടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് ഏറ്റവും കുറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻസിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് നമ്മുടെ മൺചട്ടി വെച്ച് കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതാണ് മെയിനായിട്ട് കോട്ടയം സ്റ്റൈൽ മീൻ കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ എടുത്തിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും കൂടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനുള്ള മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചാറൊക്കെ നല്ലപോലെ വറ്റി കുറുകി വരുവാൻ വേണ്ടി നമ്മൾ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ നമ്മളൊരു 3 സ്പൂണോളം കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ കോട്ടയം സ്റ്റൈൽ മീൻ കറിക്ക് നല്ല എരിവുള്ള മീൻ കറി കേട്ടോ. 2 സ്പൂണ് എരിവുള്ള മുളക് പൊടി. ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് മുളക് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. ഈ മുളക് മൂക്കുന്നതിലുണ്ട് കോട്ടയം സ്റ്റൈൽ മീൻ കറിയുടെ ആ ഒരു കളറ് കിട്ടുന്നത് ഈ മുളക് മൂക്കുന്ന ആ മൂപ്പ് അനുസരിച്ചാണ്. നമുക്ക് നമ്മുടെ കുടംപുളി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കും. കൂടിട്ട് കൊടുത്ത് നമുക്ക് വെള്ളം ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. നമുക്ക് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ ഗ്രേവിക്ക് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മീൻ ഇട്ട് കൊടുക്കും. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. ജസ്റ്റ് തുറന്ന് നോക്കാം. നല്ലപോലെ കുറച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ നമുക്ക് ഗ്രേവി വറ്റിച്ചെടുക്കാം. നമ്മുടെ മീൻകറി ഒരു 10-20 മിനിറ്റോളം ചെറിയ തീയിലിരുന്ന് വറ്റി കുറുകി നല്ല കറക്റ്റ് വരവായി വന്നിട്ടുണ്ട്. ഇത് ഇളക്കാൻ പാടില്ല, ജസ്റ്റ് ഞാനൊന്ന് ഉള്ളൂ. ഇത് ശരിക്കും നമ്മൾ നാളത്തേക്കാണ് എടുക്കുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ഗ്രേവിയുടെ ഒക്കെ ടേസ്റ്റ് നമുക്ക് നോക്കാം. നമുക്കത് തീ ഓഫ് ചെയ്യാം. അടിപൊളിയായി വരുന്നുണ്ട്. ഈ കളറുണ്ട്. നമ്മൾ അടുപ്പം എല്ലാം വാങ്ങി തണുത്ത മീൻകറിയാണ്. നമ്മളിത് നാളെയാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഈ കോട്ടയം സ്റ്റൈൽ മീൻകറിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ലപോലെ കറുത്ത് നല്ല വെള്ളമൊക്കെ പറ്റി ഗ്രേവിയൊക്കെ വറ്റി നല്ല കുറുകിയ പരുവത്തിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മീൻകറി അടിപൊളി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ കമൻറ്റിൽ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.